ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഭൂലോകമെമ്പാടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനമായിട്ട് ഓർക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. അപ്പോൾ ഹെരോദ രാജാവിൻ്റെ കാലത്താണ് കർത്താവായ യേശു ക്രിസ്തു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കുമെന്ന ഉള്ള ആ തിരുവെഴുത്ത് അവിടെ ഇന്ന് പൂർത്തിയായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിദ്വാൻമാർ അല്ലെങ്കിൽ 3 രാജാക്കന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഹെരോദ രാജാവിൻ്റെ രാജകൊട്ടാരത്തിലായിരിക്കാം ഒരുപക്ഷെ യേശു ക്രിസ്തു ജനിക്കുന്നെന്നുള്ള ചിന്തയോടുകൂടെ അവരവിടെ കടന്നു വരുന്നു എന്ന് നമുക്ക് പശ്ചാത്തലത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് അവർ ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അപ്പോൾ അവർ കിടക്കുന്ന ഒരു നക്ഷത്രം കാണുകയും ആ നമസ്കരിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നെന്ന് ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമിൽ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞതായ ആ വാക്യം അവർ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്നതെന്ന് അവർ പരിശോധിക്കുവാനും അത് ഉറപ്പുവരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ യഹൂദയിലെ ഹെരോദ രാജാവ് വളരെയധികം ഭയപ്പെട്ടു. തന്നേക്കാൾ വലിയൊരു രാജാവ് ഇവിടെ വരുന്നു, താൻ അറിയാതെ എൻ്റെ രാജ്യത്തിൽ പിറക്കുന്നു എന്നൊക്കെയുമുള്ള ഭയപ്പാടിൽ അവർ ഓരോരുത്തരും പരവശരായി എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള ചിന്തയിൽ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഹെരോദ രാജാവ് വിദ്വാൻമാരെ അല്ലെ ഈ 3 രാജാക്കന്മാരെ വിളിച്ച് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടതിന് ശേഷം ഇങ്ങോട്ട് കടന്നു വരണം. എനിക്കും യഹൂദന്മാരുടെ രാജാവിനെ നമസ്കരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് അവരോട് പറഞ്ഞു വിടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ ഹെരോദ രാജാവിൻ്റെ മനസ്സിലിരിപ്പ് മറ്റൊന്നായിരുന്നു. ആ യേശുക്രിസ്തുവിനെ അല്ലെ ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വിദ്വാൻമാരോട് അപ്രകാരം പറഞ്ഞത് എന്ന് നമുക്ക് വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ശിശുവിനെ കാണുവാൻ തക്കവണ്ണം അവർക്ക് മുന്നോടിയായി ആ നക്ഷത്രം വഴികാട്ടിയായി ആ 3 രാജാക്കന്മാരെയും വഴി നടത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് എവിടെ എന്ന അവരുടെ ചോദ്യത്തിന്, അവരുടെ അന്വേഷണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുകിട്ടുവാൻ ജനിച്ച സ്ഥലത്തേക്ക് പോകുവാൻ അവർക്ക് ഇട വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് വഴികാട്ടിയായി അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവനെ പൊന്ന്, കുന്തിരിക്കം, മൂര് കാഴ്ചവെച്ച് ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട് തങ്ങൾ കൊണ്ടുവന്നതായ പൊന്ന്, കുന്തിരിക്കം, മൂര് ഇതൊക്കെയും കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ യഹൂദന്മാരുടെ രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ വീണ് അവനെ നമസ്കരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാധനയ്ക്ക് യോഗ്യനായ രാജാതി രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് രാജാക്കന്മാർ വന്ന് നമസ്കരിച്ചതെന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം അവിടെ വിളിച്ചു പറയുകയാണ്, ആരാധനയ്ക്ക് യോഗ്യനായ ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് അവർ വിളിച്ചു പറയുകയാണ്. അവിടെ മറിയയും കൂടെ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ യോസഫും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ഒന്നും വണങ്ങി നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്തില്ല.
ആ ശിശുവിനെ അവർ വണങ്ങി നമസ്കരിച്ചു. അതാരാണെന്നുള്ള ബോധ്യം അവർക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേകരെ നമസ്കരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നതായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തങ്ങളുടെ പാവങ്ങളെ കന്യാമറിയ മധ്യസ്ഥനായി നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനോട് പറയുമെന്നുള്ളതായ ചിന്തയിൽ കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത നാളിൽ പോപ്പ് അതിന് എതിരായിട്ട് പറഞ്ഞു ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്ന് ഉള്ള ചിന്ത അവർ അത് മാറ്റിയെടുക്കുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ആ സഭയിലുള്ള അനേകരും അതിനെ ഇപ്പോഴും എതിർത്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം എന്താണ്? മാതാവിനെ വെച്ച് അനേക പണപ്പിരിവുകൾ നടത്തുവാൻ അവർക്ക് അത് വലിയ നഷ്ടമുണ്ടാക്കുന്നത് കൊണ്ട് അവർ മാതാവിനോടുള്ള പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരും ഉണ്ട്. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് 3 വിദ്വാൻമാർ വന്ന് അവർ വീണ് നമസ്കരിച്ചതായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വാക്യങ്ങൾ വായിക്കും. 13-14 വാക്യങ്ങൾ വരെ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരാധിക്കേണ്ടവനെ ആരാധിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തൻ്റെ തിരുവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ കർത്താവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ആ കർത്താവിനെ മാത്രം നിങ്ങൾ സ്നേഹിക്കുക, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അങ്ങനെയാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ ഭൂമിയിലേക്ക് ജനിച്ചത്. അപ്രകാരമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരുവൻ പുതിയ സൃഷ്ടിയാകുന്ന അനുഭവത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ഒരു ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുകയാണ്. അങ്ങനെ ഇന്ന് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്നവരായി തീർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള എല്ലാ കൃപകളും തന്ന സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഇടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഇടിയങ്ങളെ കേൾപ്പിച്ചതായ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവേ, രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അങ്ങയുടെ വചനം അയച്ച് പൂർണ്ണമായി സൗഖ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ നന്മകൾ കൊണ്ടും അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.